നീ 10-20 വയസ്സായ പയ്യന്മാരാണ്. അവന്മാരും എല്ലാം അടപ്പിലും എല്ലാം വീറുമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദേഷ്യപ്പെട്ട് അവരെ കവാലെ കുറിച്ച് അടിച്ച് നിൽക്കുകയല്ല വേണ്ടത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? നൈസ് മനസ്സിലാക്കണം. അത് ശരിയാണ് ചേച്ചി. കേശു ഒന്നും ഇല്ലെങ്കിലും എല്ലാ കാര്യവും ഇവിടെ ഒന്ന് പറയണല്ലേ. നമുക്കെല്ലാം നൈസിന് പറഞ്ഞ് മനസ്സിലാക്കാം. നീ പോട്ട്, ഇനി എൻ്റെ പേരിൽ വഴക്കൊന്നും വേണ്ട. ഇങ്ങനെ ഇപ്പൊ വഴക്കൊന്നും വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ചിലവർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ സമാധാനമാവത്തുള്ളൂ. അതെ അതെ. ഇതാരാ ഉദ്ദേശിച്ച് നീ പറഞ്ഞത്? ആരാ ഉദ്ദേശിച്ച്? എന്നെ? ഞാനാണ് പ്രശ്നം ഉണ്ടാക്കണത്? ഞാൻ പൊതുവേ പറഞ്ഞതാ. ലച്ചു കളി എന്നോട് വേണ്ട കേട്ടാ. കളിയായിട്ടും അടുക്കളയിലും വേണ്ട. എല്ലാവരും ഇറങ്ങിപ്പോ. എല്ലാവരും ഇറങ്ങിപ്പോ. കൊച്ചിനെ അടിച്ച് കവല കൂടി നീരാക്കി വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവാൻ. അതേ, ഞാൻ സാധാരണ ഒരു അമ്മയാ. കുട്ടികൾ തെറ്റുകുറ്റങ്ങൾ കാണിച്ചാൽ അടിക്കും, ചിലപ്പോൾ ശാസിക്കും. അത് അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവർ നന്നാവാൻ വേണ്ടിയാ. അതവർക്ക് മനസ്സിലാക്കിയാൽ കൊള്ളാം. ആ പറഞ്ഞത് പോയിന്റ്. ഒരു 25 വയസ്സ് വരെയൊക്കെ അമ്മ എന്നെ അടിക്കുമായിരുന്നു. ഓ, ഇപ്പൊ അടിക്കാത്ത പോലെ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലോ കളയാതെ. അല്ല മാമൻ ഇപ്പോഴും നിന്ന് തല്ലി മടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ. ആ അടിക്കും. അതിന്റെ പേടി ഉണ്ടായിരുന്നു. അമ്മയെടുത്ത് അതുപോലെ ഇഷ്ടമുണ്ട്. ആര് പറഞ്ഞു? അതൊന്നും അങ്ങനെ സ്നേഹമൊന്നുമില്ല, സ്നേഹം ഇഷ്ടമൊന്നുമില്ല. അവള് അളിയൻ്റെ അച്ഛൻ്റെ അമ്മ എടുത്ത് സ്നേഹം ഉണ്ടാ? കൂടെ കളിക്കലാ പടാ. അല്ല ഉണ്ടാ? ആ ഉണ്ട്. നല്ലതേ. അടിയൻ ചന്തു അടി വാങ്ങണ ചന്തു വന്നു. ഒരു പണിയില്ല, വാങ്ങിച്ച് കെട്ടിക്കോളും. മകളെ നീ പോടാ. അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചേ ചെല്ല്. എനിക്ക് വിശക്കണ്, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ദോശ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇരുന്ന്. ഇനിയിപ്പോൾ വേറൊന്നും ഇരിപ്പില്ല, ഞാൻ ഉണ്ടാക്കണം. ഡേ, നീയല്ലേ അവനെ അടിച്ചത്? അപ്പോൾ അവനെ പുറത്ത് പോയി കഴിക്കാൻ വല്ല പൈസ എല്ലാം ഉണ്ടായിക്കോളൂ. കേശുവേ, ATM എടുത്തുണ്ടോ മേഡം? എനിക്ക് വേണ്ട. വേണ്ട അമ്മ. ഡേ കേശു, നീയേ ഇല്ലടാ സോറി, നീയേ അമ്മയുടെ ATM എടുത്തിട്ട് പോ. എനിക്ക് വേണ്ട. വേണ്ടെന്ന് വേണ്ട. അച്ഛൻ കാശില്ല. അച്ഛൻ അവിടെ മേശപ്പുറത്ത് വേണം. അച്ഛൻ കാശില്ല. വേണ്ട. ഇല്ല മാമന്റെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. പിള്ളേരുടെ അടിയിൽ. പിള്ളേരുടെ അടിയിലില്ല. ഞാൻ നോട്ട് എവിടെ ഉണ്ട്? ഡ്രോയിൻ്റെ അകത്ത് ഉണ്ടാന്ന് കൊണ്ട് വാ. വരുന്ന എനിക്ക് വേണ്ടെന്ന്. ഞാനിവിടെ വേണ്ട കൂണ്ട ഒരു കാര്യം മറ്റേ പരിപാടി കളിച്ച് വെച്ചിട്ട് ഇതിലിപ്പോ ഇങ്ങോട്ട് കയറി തട്ടിക്കളിക്കണ നീ. കൊടാ തലയടിച്ച് വിളിച്ചോളായി. ലിക്കർ നീ ഇങ്ങനെയാണെങ്കിൽ ലിക്കർ കൂട്ടുകാർ പറഞ്ഞാൽ നീ കഴിക്കലോടാ. അങ്ങനെയാണ് ഞാൻ കഴിക്കും. എന്താടാ നീ ഇപ്പൊ പറഞ്ഞേ? അച്ഛൻ്റെ അടുത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എത്ര നേരോട് പറയണേ? ഇങ്ങനെയുള്ള കളത്തിലുണ്ടായത് ഞാൻ ഇപ്പൊ ഇവിടെ ഒന്ന് പറയുമോ? അതങ്ങ് ആലോചിച്ചൂടെ? ഇനി മേലെ ഇമാതിരി സംസാരിച്ചിട്ടല്ല, അതിന്റെ അപ്പുറത്തെ അവളത്തെ എന്റെ കയ്യിലെ പാടായിരിക്കും പതിയാൻ പോണത്. ദേഷ്യം വരുമ്പോ ഉണ്ടല്ലോ ചേട്ടനെ പോലെ വായിത്തോന്നെ വിളിച്ചു പറയണ സ്വഭാവം നിർത്തണം കേട്ടോ. അത്ര നല്ലതല്ലേ ഇത്? ഗൗരി ചേട്ടനെ പോലെ ഫ്ലോയ് എന്ന് പറയൂ നീ. അഹങ്കാരം അല്ലാണ്ട് എന്ത്? മകൻ ലിക്കർ കഴിക്കുമെന്ന് പറഞ്ഞിട്ടും ഇരിക്കണ ഇരിപ്പുണ്ട്. അതും കേട്ടോണ്ട് ഒരു ഉളുപ്പില്ലാണ്ട്. അത് കേശു മോനെ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ വല്ലതും ആവണായിരുന്നു. ഇത് വെച്ചാൽ തലക്കെട്ടിച്ചേരെ. അയ്യോ അങ്ങനെ പറയല്ലേ, പൊന്നു മോനല്ലേ, ഇപ്പോഴും ഒക്കത്ത് വെച്ചോണ്ട് നടക്കല്ലേ. അപ്പൊ അവൻ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്ന അളിയൻ തന്നെ. ഇത് പറഞ്ഞോണ്ടിരിക്കും, ചിലപ്പോ ചെയ്തു നിന്നിരിക്കും. ഓരോ പ്രായത്തിലും മക്കളെ നിയന്ത്രിക്കണ പോലെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഒരു അച്ഛൻ. എല്ലാരും ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ നല്ല ഫീലായി. ഫീലാവട്ടെ, ഫീലാവാൻ വേണ്ടിയല്ലേ പറയണത്. ഒരു കാര്യം ചെയ്യ്, നീ കൂടെ അളിയന്റെ കൂടെ പോയി ഒന്ന് കരായി. എന്തോന്ന് ശ്രീ ചുമ്മാ ഷോ കാണിക്കണ? ഇവിടെ ആര് ഷോ കാണിച്ചു? കാര്യം പറഞ്ഞു. ഇനി നിങ്ങളെ മേലെ ഇതും പറഞ്ഞ വഴക്കിടാൻ നിൽക്കണ്ട. പോപ്പുറത്തോട്ട്. ഞങ്ങളെന്തിനാ കൂടെ വിളിക്കണത്? നീ നിനക്ക് പോയിക്കൂടെ അങ്ങോട്ട്? ആ പോ പുറകെ. ഓരോന്ന് കുറെ നേരെ കുറക്കൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.